Hi all, welcome to Trips and Treats. Eid Mubarak. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കിങ്ങും ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു പെരുന്നാൾ വ്ളോഗാണ്. കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം അറിയാലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മൂഡൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും സാഹചര്യത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും നമ്മളിപ്പോൾ മാറ്റത്തിനോട് നമ്മൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പെരുന്നാൾ ഓർമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. നിങ്ങൾക്കും എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഷോപ്പിൽ തിരക്കൊക്കെ കുറവാമെന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റാക്കിയത്. നമ്മൾ ഔട്ട്ലെറ്റ് മാളിലാണ് പോയത്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഷോപ്സ് എല്ലാം 10 o'clock 10:30 ആകുമ്പോഴത്തേനും ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകാനുള്ള കാരണം മക്കളുടെ ഷൂസൊക്കെ കുറച്ച് ടൈറ്റായി തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഷൂ മാർട്ടിലാണ് പോയത്. അവിടെ നല്ല ഓഫേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. മക്കളും ഹസ്ബൻഡും ഷൂ എല്ലാം നോക്കുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ ബേബി ഷോപ്പിൽ പോയതായിരുന്നു. മക്കൾക്ക് പറ്റിയ നല്ല ഡ്രസ്സ് കണ്ടെങ്കിൽ നോക്കി വെച്ചിട്ട് പെട്ടെന്ന് വന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഷൂ എല്ലാം മേടിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊന്നും മേടിക്കൽ നടന്നില്ല. പിന്നെ നമ്മളങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഉള്ളതിൽ കുറച്ച് പുതിയത് നോക്കിയിട്ട് പെരുന്നാളിന് ഇടുകയാണ് ചെയ്തത്. നമ്മൾ മോളിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ തെർമൽ സ്കാനിങ്ങും സാനിറ്റേഷനും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്പേസിലൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിച്ചു. പെരുന്നാൾ തലേ ദിവസം അറഫയുടെ നോമ്പായതുകൊണ്ട് തന്നെ നേരത്തോടെ കഴിച്ചതാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. പിന്നെ അർഫയുടെ നോമ്പിൻ്റെ അന്ന് നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാനിതിൽ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമോസൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുകയാണ്. അൽഹംദുലില്ലാ അങ്ങനെ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ അന്ന് രാത്രി ആകുമ്പോഴേക്കും തന്നെ ചെറിയൊരു തലവേദനയൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ പെട്ടെന്ന് കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ പെരുന്നാൾ നമസ്കാരവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത്. പെരുന്നാളിന് എപ്പോഴത്തെയും പോലെ തന്നെ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മൾ മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഞാൻ മുന്നേ ഓൾറെഡി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോഴേക്കും വെള്ളമെല്ലാം തിളച്ചു. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയയും സാബൂനരിയും ചേർന്നിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുന്ന ടൈം കൊണ്ട് റൈത്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റെല്ലാം എടുത്ത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത്. നമ്മൾ ദുബായ് ക്രീക്ക് ഹാർബറിലാണ് പോയത്. അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. കുറച്ച് മുന്നേ നമ്മളവിടെ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറേ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും കൺസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നടക്കുകയാണ്. ഇവിടെ നിന്നിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബുർജ് ഖലീഫ എല്ലാം നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം നടന്നു. അങ്ങനെ ഹാർഡ്ലി 1 മണിക്കൂർ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കാണും. പിന്നെ നല്ല ചൂടാണ്. പിന്നെ മാസ്കൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ചൂട് ഒന്നും കൂടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു പെരുന്നാൾ വ്ളോഗ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.